ഓരോ മണിക്കൂറിലും വെല്ലുവിളികളുമായി പോലീസിന് തലവേദന തീർക്കുകയാണ് ക്രിമിനലായ അർജുൻ ആയങ്കി. ആയങ്കിയെ വെടിവെക്കാൻ ആഭ്യന്തരമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകിയോ? ഈ ചോദ്യം ഇപ്പോൾ കേരളത്തിൽ വളരെ ഗൗരവമായി ഉയർന്നിരിക്കുകയാണ്. ആയങ്കിയുടെ തന്നെ ഒരു വാചകമാണ് ഈ സംശയം ഉയർത്തിയിരിക്കുന്നത്. കോതമംഗലം ഊന്നുകാൽ CI മാർക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭീഷണി മുഴക്കിയാണ് ആയങ്കി പോലീസുമായി ഏറ്റുമുട്ടലിന് തുടക്കമിട്ടത്. പിന്നാലെ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ചെന്നിത്തലയുടെ പോലീസ്. ഒളിവിലിരുന്ന് നിരന്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ ഭീഷണിയും വെല്ലുവിളിയും തുടരുമ്പോൾ പോലീസിനിത് അഭിമാന പ്രശ്നം തന്നെയാണ്. എന്നാൽ പോസ്റ്റുകൾ ഇടുന്നത് മറ്റാരോ ആണെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇന്നലെ രാത്രിയിലിട്ട പോസ്റ്റിൽ ആയങ്കി പറയുന്നത് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നാണ്. ഇതോടെ അർജുൻ ആയങ്കിയെ പോലീസ് വെടിവെക്കാൻ നീക്കം നടത്തുന്നോ എന്ന സംശയം ഉയർന്നു. ഇത് സംബന്ധിച്ച് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് നൽകിയ മറുപടി ശ്രദ്ധേയമാണ്. അടിയന്തര സാഹചര്യമുണ്ടായാൽ അർജുൻ ആയങ്കിയെ വെടിവെക്കാൻ നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടുകൾ ചെന്നിത്തല നിഷേധിച്ചു. വെടിവെച്ച് പിടികൂടാൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. അർജുന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാചകങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നാട്ടിലുള്ള ഗുണ്ടകൾ പലതും പറയും, നോക്കാം എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള ചെന്നിത്തലയുടെ മറുപടി. ആയങ്കിയെ പോലീസ് വെടിവെക്കുമോ എന്ന സംശയത്തിന് കാരണമുണ്ട്. ഗുണ്ടകളെ നാട്ടിൽ വെച്ച് പൊറുപ്പിക്കില്ലെന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്ന ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. 2 മാസം മുൻപ് കാപ്പ കേസ് പ്രതിയായ BJP കൗൺസിലർ സുഗതനെ ആകാശത്തേക്ക് വെടിവെച്ച് പോലീസ് പിടികൂടിയത് കേരളം ഓർക്കുന്നുണ്ട്. കസ്റ്റഡിയിലെടുക്കാൻ ചെന്ന പോലീസിനോട് അതിക്രമം കാട്ടിയപ്പോഴാണ് അത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. അന്ന് ഇതിനോടുള്ള ചെന്നിത്തലയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ പോലീസിനെ താൻ അഭിനന്ദിക്കുന്നു എന്നാണ് ചെന്നിത്തല പറഞ്ഞത്. അതുകൊണ്ടാണ് ആയങ്കിയെ പോലൊരു ക്രിമിനൽ ഇത്തരമൊരു നടപടി ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നത്. എന്തായാലും ഇതുവരെ വെടിവെക്കാനുള്ള നിർദ്ദേശമൊന്നും ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടില്ല. ഇനി പോലീസിനെതിരെ ആയങ്കി ആക്രമണത്തിന് തുനിഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ചുള്ള നടപടികൾക്ക് പോലീസ് നിർബന്ധിതമാവുകയും ചെയ്യും. ആയങ്കിക്കായുള്ള തെരച്ചിലിനിടെ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന പേരിൽ പോലീസ് ഗുണ്ടാവേട്ടയും ഇന്ന് നടത്തുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയന്റെ നേതൃത്വത്തിലാണ് നിർണായകമായ ഈ ഓപ്പറേഷൻ. കണ്ണൂരിൽ ആയങ്കിയുടെ 8 സുഹൃത്തുക്കളെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട്. കണ്ണൂർ വളപട്ടണം പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയാണ്. ആയങ്കിയുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ആയങ്കിയുമായി ബന്ധമുള്ള 5 പേരെ തിരുവനന്തപുരത്തും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇതിനിടെ അർജുൻ കഴിഞ്ഞ ദിവസം മലപ്പുറം എടപ്പാളിൽ വന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കണ്ണൂർ അഴീക്കോട് എത്തിയതായും സംശയമുണ്ട്. ഇന്നലെ ആയങ്കി പാലിയക്കര ടോൾ പ്ലാസ കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. അതിനാൽ സംസ്ഥാന വ്യാപകമായി പോലീസ് വല വിരിച്ചിരിക്കുകയാണ്. കേരളം വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അയൽ സംസ്ഥാനങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്.